What is mean by Rumali roti? Handkerchief roti. This is handkerchief roti. Handkerchief. It looks like jatti, you know. It looks like underwear, you know. ഹലോ ഫ്രണ്ട്സ്, ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. എൻ്റെ വീട്ടുകാരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി, ഉമ്മയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് 5 വർഷത്തെ യാത്ര മുടക്കിയിട്ട് ഞാൻ ആഫ്രിക്കൻ കോണ്ടിനെന്റ് പകുതി വെച്ച് കീറി മുറിച്ചിട്ട് ഞാൻ മുംബൈയിലോട്ട് വിമാനം കയറി മുംബൈയിലെത്തി. കഴിഞ്ഞ ദിവസം ഞാൻ അലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തുമായിട്ട് വന്നു. പിന്നെ ഇന്ന് വേറൊരു സുഹൃത്ത് യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട്. ആ സുഹൃത്തിനെ ഞാൻ പണ്ട് വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. എൻ്റെ കൂടെ ഇനി വീട്ടിലോട്ട് വരുവാണ് എൻ്റെ സുഹൃത്ത്. അതിനുപരിയായിട്ട് ഞാൻ മുമ്പ് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കുറേ നാൾക്ക് മുമ്പൊക്കെ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ യാത്രയിൽ കണ്ടുകൂട്ടിയ എൻ്റെ വേറൊരു സുഹൃത്തിനെ ഞാൻ വീണ്ടും ഇവിടെ വെച്ച് മുംബൈയിൽ വെച്ച് കണ്ടുകൂട്ടിയിരിക്കുകയാണ്. കണ്ടുകൂട്ടിയതല്ല, കാണാൻ വേണ്ടി വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. Tarzan, say hi. Hi. Where are you from? I'm from China. China. Yes. Say something in Malayalam. China. എന്താ വിശേഷം? സുഖാണോ? തള്ളി പറിക്കാണ് കേട്ടോ, ചൈനയൊന്നും അല്ല കേട്ടോ, മലയാളിയാണ് കേട്ടോ, തള്ളി പറിക്കാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് വന്നത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ booking.com കണ്ട ഒരു സ്ഥലത്താണ് കേട്ടോ വന്ന് സ്റ്റേ ചെയ്തത്. നല്ലൊരു സ്ഥലമാണ്. അലിബാഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇടമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ദീപ്തിയെ കുറിച്ച് പല ആളുകളും ചോദിക്കുമായിരിക്കും. ദീപ്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഫാമിലി പോലെ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുംബൈയിൽ വന്നിട്ട് ദീപ്തിയെ തന്നെ കാണാൻ വേണ്ടി വന്നത്. മുംബൈയിൽ നിന്ന് ഞാൻ വിട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു ദിവസം കറങ്ങാനായിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ ഇനി തിരിച്ച് നമ്മൾ മുംബൈയിലോട്ട് പോവാം. നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു കേരളത്തിന്റെ സ്മെല്ലാണ് കേട്ടോ, ഫുള്ള് മീൻകറി വരെ കേരളത്തിന്റെ സ്മെല്ല്, അതായത് മീൻകറി വരെ മണക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഏരിയ, ഈ കാണുന്നതാണ് വീടും സ്ഥലമൊക്കെ. കണ്ടില്ലേ, ഫുള്ള് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു വൈബാണ് കേട്ടോ. ഇവിടെ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്ന പ്ലാവുകളും മരങ്ങളും തെങ്ങും ഈ വൃക്ഷവും ആ വൃക്ഷവും എല്ലാം ആയിട്ട് കറക്റ്റ് കേരളത്തിനെ പോലെ തന്നെ ഉണ്ടല്ലേ. കേരളത്തിന്റെ എവിടെ പോലെ ഉണ്ട്? നോക്ക് ഇവിടെ കണ്ടില്ലേ, നോക്ക് അവിടെ എല്ലാം കറക്റ്റ് മലയാളി തനിമ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുതലാളി തന്നെ നമുക്ക് ലിഫ്റ്റ് തന്നിരിക്കുകയാണ്. താങ്ക് യു മുതലാളി, താങ്ക് യു സോ മച്ച്. മുതലാളി നമ്മളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുവാണ്. ഇത് നമ്മൾ ഫെറി എടുത്തിട്ട് നമ്മൾ അലിബാഗിൽ നിന്ന് മുംബൈയിലോട്ട് പോവാം. ഓക്കെ മാൻ, സി യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. കഷിയാഹാദ് ബസ്ത ഇവരുടെ ഭാഷയിൽ പറയുന്നതാണ് കേട്ടോ. ബൈ, താങ്ക് യു സോ മച്ച്. നമ്മളിനി ഷെയർ ടാക്സി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പോകുന്നത്, നമ്മളെങ്ങോട്ടാ പോകുന്നത്? അലിബാഗ്. നമ്മൾ അലിബാഗ് എന്ന് പറയുന്ന ഒരു ടൗൺ പ്രദേശത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തേന്ന് പറയുമ്പോൾ നമ്മൾ മുംബൈയിലോട്ട് പോകാനായിട്ട് ഈസി വേ ആയിട്ട് നമ്മൾ ഇവിടുത്തെ നമ്മുടെ കടൽ കടന്ന് പോകാനായിട്ട് ഇവിടുത്തെ ഫെറി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന ഫെറിയുടെ ടിക്കറ്റ് പ്രദേശമാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കണം. നോ ഗൂഗിൾ പേ, നോ പേടിഎം, ഇങ്ങനത്തെ ഒരു സംഭവമില്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, ഗേറ്റ് വേ മനാന്ത അലിബാഗ്, ഇതാണ് ബസ്സിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കനസി 150 രൂപയാണ് ഒരാൾക്ക്. ഇതിൽ ടിക്കറ്റ് ഫെയർ, പാസഞ്ചർ ലെവി എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഫെറിക്ക് വേറെ പൈസ കൊടുക്കണ്ട. രാവിലെ തന്നെ എൻ്റെ അമ്മ ഒടുക്കത്തെ തിരക്കും തിക്കുമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാണ്ട് ഹെൽമറ്റ് ഇല്ലാത്ത പോലീസുകാരൻ, ഹെൽമറ്റ് ഇല്ലാതെ വിരുദ്ധമായിട്ട് നടക്കുന്ന പോലീസുകാരനെയും ഭക്ഷണശാലകളെയും തിക്കും തിരക്കുകളൊക്കെയാണ് കേട്ടോ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. നമ്മളിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറുവാണ്. പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, എനിക്ക് കറക്റ്റ് ഹിന്ദി വായിക്കാനായിട്ട് അറിയില്ല. ദർശൻ, എല്ലാവരും എൻ്റെ മുടിയിലാണ് നോക്കുന്നത്. എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും എൻ്റെ മുടിയിലോട്ടാണ് നോക്കുന്നത്. എനിക്കറിയില്ല. അപ്പുറത്തേക്കുന്ന ചേച്ചി, അപ്പുറത്തേക്കുന്ന ചേട്ടൻ, അവിടെ താണ്ടെ ഓപ്പോസിറ്റിരിക്കുന്ന അമ്മുമ്മ, എല്ലാവരും എന്നെയാണ് കേട്ടോ നോക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഊത്തപ്പ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ്, ദിസ് ഈസ് ഓണിയൻ ഊത്തപ്പ. കുറച്ച് ഇതിന്റെ മണ്ടയിൽ ഓണിയൻ ഇട്ടു, അത് തന്നെയാണ്, വേറൊരു കാര്യമില്ല. നമ്മുടെ പൂരി വന്നിട്ടുണ്ട്. പൂരി കൊള്ളാം കേട്ടോ, നല്ല പൂരി കേട്ടോ. പൂരി ബാജി, പിന്നെ ഓണിയൻ ഉത്തപ്പ. നമ്മുടെ ഉത്തരേന്ത്യൻ ഫുഡും നമ്മുടെ കേരള ഭക്ഷണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി കേരള ഭക്ഷണം, പിന്നെ കുറച്ച് ഉത്തരേന്ത്യൻ ഭക്ഷണം. ഇതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത സംഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കണം. ഭയങ്കര എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര ടേസ്റ്റും അല്ല കേട്ടോ. നമ്മുടെ ഇവിടെ ബില്ല് വന്നിട്ടുണ്ട് 236 കേട്ടോ. ഇതെല്ലാം കൂടെ കഴിച്ചപ്പം ആയ ഇത് 256.
ഓ ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ടാർസൻ. ദിസ് വൺ ലെറ്റ്സ് ഗോ. അജന്ത വണ്ടിയിലാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഇതിൽ തന്നെ അവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യിപ്പിക്കും. ടിക്കറ്റ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ അടുത്ത് ടിക്കറ്റ് വയ്ക്കുന്നത്. താങ്ക് യു. ഉള്ളിലോട്ട് കയറട്ടെ. ഓ പണ്ടത്തെ ബസ്സാണ് കേട്ടോ, കൊള്ളാം കേട്ടോ. കണ്ടില്ലേ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഏതോ ഒരു ജംഗ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് നമ്മളെ കടൽ. അതുകൊണ്ട് അവിടെ നമുക്ക് കടൽ കാണാൻ കഴിയും. ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ നമ്മൾ കയറിയത്. ഇത് ഷട്ടിൽ ബസ് പോലെയാണ്. തിരിച്ച് ഈ ആളുകളെല്ലാം ആ ബസ്സിൽ കയറി പോവാണ്. നമുക്ക് അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ ഫെറിയുടെ സ്ഥലം. വിച്ച് പ്ലേസ് ഈസ് ദിസ്? This is the jetty. ജട്ടിയാണോ? അതല്ല പിന്നെ ജട്ടി, നോട്ട് ജട്ടി. ജട്ടിയല്ല കേട്ടോ, നമ്മൾ ബോട്ട് ജട്ടിയിലോട്ട് വന്നതാണ്. ഇനി ജട്ടിയിൽ നിന്ന് നമ്മൾ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലേ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് പോവാണ് കേട്ടോ. മറ്റേ ഇതാണ് കേട്ടോ സ്ഥലം, നമ്മുടെ മാൻവ പാസഞ്ചർ ജട്ടി. മാൻവ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമുക്ക് ഏതാ ഉള്ളിലോട്ട് വേണ്ട? ഇതിലേക്കൂടെയാണ്. ഈ ഒരു സംഭവം കുറേ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ്ട് അലിബാഗ് എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫെറി. ഈ സാധനത്തിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അതാ കണ്ടില്ലേ, ഉള്ളിലോട്ട് കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സമീറ ബൈ ദ വേ. അവിടെ കുറേ ചെറിയ മീൻപിടുത്ത വള്ളങ്ങളും ചെറിയ ചെറിയ യോട്ടുകളൊക്കെ കിടക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. നടന്നു പോകണം കേട്ടോ നമ്മുടെ ഫെറി എടുക്കാൻ വേണ്ടി. അങ്ങ് ദൂരമായിട്ടാ. ഇവരെല്ലാം ഇപ്പോൾ ഫെറിയിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. മഹാരാഷ്ട്ര മറൈറ്റൈം ബോർഡിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ മാൻവ പോർട്ടും. ഇതാണ്ടേ മാൽദാർ. നമ്മൾ ഇനി ഉള്ളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് വേണം താഴോട്ട് പോകാൻ. ബോട്ട് എവിടെയാ? ഈ കാണുന്നതാണ് നമ്മുടെ ഫെറിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ടിക്കറ്റ് അവിടെ കൊടുത്തിട്ട് ബസ്സിൻ്റെ 150 രൂപയിലാണ് കേട്ടോ ഈ ഒരു സാധനം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നത്. അങ്ങ് ദൂരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ആ കാണുന്ന അവിടെ ഒരു പാറ കാണുന്നുണ്ട്, അത് തന്നെയെന്ന് എനിക്കറിയില്ല. ബോട്ട് ഞാൻ വിചാരിച്ചു നല്ല ബോട്ടാണെന്ന് വിചാരിച്ചു, പക്ഷെ അഴുക്ക ബോട്ടാണ് കേട്ടോ. മറ്റേ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന പോലത്തെ ചെറിയ ബോട്ടാണ്. ഓ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ബോട്ടിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി നോട്ട് അലോഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അവർ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ എടുക്കൂല, അത്ര തന്നെ. കൊള്ളാം കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെ താണ്ടെ ബോട്ടിൻ്റെ ഡ്രൈവർ. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഏതാണ്ട് ഇവിടെ ഒരു ബോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ടാണ് കേട്ടോ. ഇതിൽ വലിയ സേഫ്റ്റിയുടെ കാര്യമൊന്നുമില്ല. വാട്ട് ഇഫ് ലൈക്ക് വി ഗോ ഡൗൺ? മുങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? മേളിൽ വരും. എങ്ങനെ വരും? മേളിൽ വീഴും. ഒന്നാമത് എനിക്ക് നീന്താൻ അറിയില്ല കേട്ടോ കറക്റ്റ്. ഇവിടെ നമുക്ക് പാരലായിട്ട് താണ്ടെ പറവേ ഇതിൻ്റെ കൂടെ പറക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളേതാണ്ട് അപ്പുറത്ത് ഭാഗം കണ്ടില്ലേ, കറക്റ്റ് പാരലായിട്ട് പറവ പറക്കുവാണ്. പണ്ട് ഞാൻ ഗുജറാത്തിൽ ഇതുപോലത്തെ പേട്ടോരക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയും കറക്റ്റ് സെയിം ഇതുപോലെയാണ്. ഞാൻ എൻ്റെ ബാഗിലിരുന്ന തൂവൽ പരിപ്പ് കൊടുക്കുവാണ്. അവിടെ പുള്ളിക്കാരൻ പോപ്കോൺ എന്തോ കൊടുക്കുവാണ്. ചിപ്സാണ് കേട്ടോ. എൻ്റെത് കഴിക്കുന്നില്ല, പോപ്കോൺ മാത്രമേ കഴിക്കുന്നുള്ളൂ. കണ്ടില്ലേ? ഇതിലൂടെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ടിന്റെ സർവീസും ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇതെന്താ സംഭവം? ഇത് മണൽ കുഴിക്കുന്ന മെഷീനാണോ? എനിക്കറിയില്ല കേട്ടോ. ഇതാണ് അവിടെയും ഒന്നുണ്ട്. നമ്മുടെ വളരെ മലിനമായിട്ടുള്ള മുംബൈയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ഫുള്ള് പുകയാണ് കേട്ടോ. ഫുള്ള് മാലിന്യത്തിന്റെ പുകയാണ് കേട്ടോ. മാലിന്യം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾക്ക് പിടിക്കുന്നില്ല. മുംബൈ മലിനമല്ലേ? അതെന്തര് മുംബൈ മലിനമല്ലേ? മാലിന്യങ്ങളുടെ മുംബൈ അല്ലേ? അതെന്തരുന്നാ ഇല്ലേ? നമ്മുടെ മുംബൈയുടെ തീരത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, മുംബൈയുടെ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ താജ് ഹോട്ടൽ, ഏതാണ്ട് താജ് ഹോട്ടൽ, മുംബൈയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ആയിട്ടുള്ള താജ് ഹോട്ടലാണ് അവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത്. പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താണ്ട് തൊട്ട് പുറത്തായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് എവിടോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ബോട്ട് ഒതുക്കാൻ വേണ്ടി പോകുന്നത്. കുറേ യോട്ടുകളൊക്കെ കിടന്ന മനോഹരമാണ് കേട്ടോ. വെള്ളത്തിന് പിന്നെ കുറച്ച് കാപ്പിപ്പൊടി കളറിൻ്റെ ഇതൊന്നും ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ബോട്ട് നമ്മൾ വന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ നമ്മുടെ മനോഹരമായിട്ടുള്ള താജ് ഹോട്ടലും നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. ധാരാളം ഇവരെല്ലാവരും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ് കൂടുതൽ. ഈ നമ്മൾ വന്ന വഴിയെന്ന് പറയുമ്പോൾ ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള പ്രദേശമാണത്.
ഞാനിവിടെ അവസാനമായിട്ട് വന്നത് എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മുന്നേ ആണ് കേട്ടോ ഈ ഒരു സ്ഥലത്തോട്ട് വന്നത്. ഞാൻ ഏകദേശം 3-4 തവണ കൂടുതൽ ഈ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പണ്ട് ഭീകരാക്രമണം നടന്ന നമ്മുടെ താജ് ഹോട്ടലൊക്കെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇത് താജ് ഗ്രൂപ്പിൻ്റെ തന്നെ പുതിയൊരു ഹോട്ടലാണ്, കുറേ വർഷങ്ങളായിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു സേഫ്റ്റി ഇല്ലാത്ത ബോട്ടുകളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സേഫ്റ്റി ഇല്ലാത്ത കുറേ ആളുകൾ. എന്തിതാണ് കേട്ടോ, നമ്മൾ ബോട്ടിലാണ് കേട്ടോ പാസ് ചെയ്യുന്നത്. ഈ ബോട്ടിൽ നിന്ന് കയറി അതുകൊണ്ട് അപ്പുറത്തെ ബോട്ടില് അങ്ങനെയാണ് കേട്ടോ. 1 2 3 1 2 3 4 2 ബോട്ടിൽ കയറി, 3-ാമത്തെ ബോട്ടിൽ കയറി. ഞാനാണ് അവസാനം കേട്ടോ. ഏതെങ്കിലും ബോട്ട് പെട്ടെന്ന് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈനലി വെൽക്കം ടു മുംബൈ. ടാർസൻ നോക്ക്, നമ്മൾ താജ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. മുംബൈയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വേറൊരു അട്രാക്ഷൻ ഇവിടെ നടക്കുന്ന കുറേ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരാണ്. ഇവിടെ ടൂറിസ്റ്റിനെയും കാട്ടി ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പണ്ട് ഒരു ജോക്ക് പറയില്ലേ, എഞ്ചിനീയർ പണ്ട് തലയിൽ കല്ലെറിഞ്ഞാൽ ആകാശത്തുനിന്ന് കല്ലെറിഞ്ഞാൽ നേരെ വിടുന്ന എഞ്ചിനീയറിൻ്റെ മുഖത്താണെന്ന്. ഇവിടെ വന്നിട്ട് കല്ലെറിഞ്ഞ ഏതെങ്കിലും ഫോട്ടോഗ്രാഫർ ചേട്ടൻ്റെ മുഖത്തായിരിക്കും, തലയിലായിരിക്കും വന്ന് കല്ല് വീഴുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഞാനിവിടെ വന്നപ്പോൾ ഒരു വിദേശിയാണെന്നുള്ള എനിക്കിത് തന്നെ തോന്നുന്നു. കാരണം കുറേ ആൾക്കാർ പുള്ളി എൻ്റെ ഫോട്ടോ എടുക്കുന്നു. ആ പുള്ളി എന്നിട്ട് ഞാൻ ഏതോ ഒരു വിദേശിയാണെന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോ എടുക്കുവാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രദേശത്ത് കയറാനായിട്ടും ഇറങ്ങാനായിട്ടും. ഇനി ഞാൻ നേരെ പോകുന്നത് എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ പോയിട്ട് ഒരു പുതിയൊരു അതിഥിയെ പിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ സത്യത്തിൽ ഇത്രയും തിരക്കിൽ ആഫ്രിക്കയിലെ പ്രധാനമായിട്ടായിട്ട് നമ്മളെ ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ കിഴക്കേ ആഫ്രിക്കയിൽ നടക്കുമ്പോൾ എന്താ പറയുക, സുരക്ഷയുടെ ഒരു ഇത് തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല കേട്ടോ. കുറച്ച് സുരക്ഷിത കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഈ കാണുന്നതിൽ നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. എത്ര രൂപ 5 രൂപ 6 രൂപ 5 രൂപ 6 രൂപയാണ് കേട്ടോ. ഇത് കണ്ടക്ടറാണ്. അതുകൊണ്ട് ഈ കാണുന്ന ലൈനിൽ ഇങ്ങനെ ബസ് ഇവിടെ നമുക്ക് നിൽക്കാൻ കഴിയും. എന്ത് മനോഹരമല്ലേ നമ്മുടെ രാജ്യം. അതുകൊണ്ട് നമ്മുടെ ഈ കളറ് ഇവിടെ ഓട്ടോ ഇല്ലല്ലോ. ഓട്ടോയ്ക്ക് പകരം പണ്ടത്തെ ഇതാണല്ലോ. ഞാൻ മുമ്പ് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിൻ്റെ സമയത്തിന് മുമ്പ് ഞാൻ എപ്പോഴും ദീപ്തിയുടെ വീട്ടിൽ വരുമായിരുന്നു മുംബൈയിൽ. അല്ലെ നമ്മളെപ്പോഴും കറങ്ങുമായിരുന്നു അല്ലേ മുംബൈ. കള്ളം പറയുന്നു കള്ളിയാണ് കേട്ടോ. എന്നെ ഫുള്ള് ദീപ്തി കറക്കുമായിരുന്നു. ഇവിടെ അമ്പേരിയിലെ തെരുവുകൾ. 5 രൂപ ബസ്സിനൊക്കെ പണ്ടായിരുന്നു കേട്ടോ, 2 വർഷം മുന്നേ ആയിരുന്നു. ഇപ്പം അത് 9 രൂപയാണ് കേട്ടോ. നമ്മൾ ബസ് സ്റ്റേഷൻ്റെ ചർച്ച് ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളൊരു ലോക്കൽ ഇതെടുത്തിട്ട് നമ്മൾ അന്തേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഫാസ്റ്റ് തന്നെ ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ അന്തേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. നമ്മളെ തൊണ്ടയിൽ കിച്ച് ഓട്ടോ പിടിച്ചിട്ട് നമ്മള് റെയിൽവേ സ്റ്റേഷനല്ല എയർപോർട്ടിലോട്ട് പോവാണ്. എയർപോർട്ടിൽ താണ്ടെ ഈ പുള്ളിയുടെ വണ്ടിയിലെ ദിസ് ഈസ് മീറ്റർ. ഇപ്പോഴും മീറ്റർ സിസ്റ്റം ഇവിടെ മുംബൈയിൽ നിലനിൽക്കുന്നുണ്ട്. 15 കേട്ടോ സ്റ്റാർട്ടിംഗ് പ്രൈസ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 23, 15 അല്ല അല്ലേ. ഞാൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന വ്യക്തി ഈ കാണുന്ന വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. എൻ്റെ കൂടെ കെനിയയിലുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൊള്ളയടിക്കപ്പെട്ടത്. എൻ്റെ കൂടെ കുറച്ച് യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓസ്ട്രേലിയ അല്ല. ഓടിയോ ടാർസോ ഓടിയോ. ഇവിടെ കുറെ നേരമായി. നമുക്ക് 63 രൂപ എത്രയാണ് കേട്ടോ ആയത്. അതുകൊണ്ട് ഈ കാണുന്നതും വെച്ച് ഞാൻ പെട്ടെന്ന് പോവാണ്. പുള്ളിക്കാരി വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വിയന്ന ഓസ്ട്രിയയിൽ നിന്ന് ബുഡാപാസ്റ്റിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ബുഡാപാസ്റ്റ് എന്ന് പറയുമ്പോൾ ഹംഗറിയിൽ നിന്നാണ്. ഹംഗറിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വരുന്ന $10-200 $16,000 രൂപയുള്ളൂ. അതേസമയം ഞാൻ ആഫ്രിക്കയിൽ നിന്ന് കേരളത്തിലോട്ട് വരുവാണെങ്കിൽ 10-30,000 40,000 പോകും. അതൊക്കെയാണ് കാരണം. യൂറോപ്പിലെല്ലാം അക്സസിബിൾ ആണ്. ഇപ്പം നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലോട്ട് പോവുകയാണെങ്കിൽ 10,000 $10,000 നമുക്ക് 7,000 പോകാൻ കഴിയും. ദുബായിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അബുദാബിയിൽ നിന്നൊക്കെ വെറുതെ 2,000-3,000 യൂറോപ്പിലോട്ടൊക്കെ വളരെ സുഖമായിട്ട് ചീപ്പായിട്ട് പറക്കാം. നമ്മളിത് എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ലേറ്റായി.
are you, by the way? I'm good. Nighty girl is back. Namaskaram. You learned. നിങ്ങൾ എല്ലാവരും സ്വന്തം നൈറ്റി ഗേൾ തിരിച്ചു വന്നിട്ടുണ്ട്. പാവം കേട്ടോ, നല്ല ടയേർഡാണെന്നൊക്കെയാണ് പറയാം. എന്റെ കൈ വരയ്ക്കുന്നു കേട്ടോ. My hand is shivering, you know. After meeting you. My hand is shivering. Don't worry. Don't worry. എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന ഉടനെ എന്റെ കാലിൽ ചവിട്ടാണ് കേട്ടോ. യു ഡോണ്ട് ഹാവ് എനർജി ബട്ട് യു ആർ ഹിറ്റിംഗ് മീ, യുനോ. കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഇനി ബസ് കയറിയിട്ട് ബാന്ദ്രയിൽ പോവാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. കരോളയും കൊണ്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ ട്രെയിനിലാണ്. ഹൗ ഡു യു ഫീലിംഗ്? A little bit excited. എനിക്ക് തന്നെ 2 വർഷമായിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയി. അപ്പൊ പുള്ളിക്കാരി എന്തുമാത്രം എക്സൈറ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. Carola, do you know something? Do you want to see Indian artists? Please. Come. This is Indian artists. They come and spit like this. They do art with their mouth. This is Indian artist. ദയവ് ചെയ്ത് ഞാൻ ഇന്ത്യ കുറ്റം പറയുന്നതെന്നൊന്നും പറഞ്ഞ് കളിയാക്കരുത്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊരു തമാശ രൂപേണ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു കൊടുത്താണ്. എവരിവെയർ ഇന്ത്യൻ ആർട്ടിസ്റ്റ് പീപ്പിൾ. നടന്ന് തിരിഞ്ഞുകൊണ്ടാവണം, ഭയങ്കര വിശപ്പ് കേട്ടോ. നമ്മൾ ഏതൊരു ലക്കി റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. ലക്കി ഹോട്ടൽ. നല്ല മണം കേട്ടോ. താങ്ക് യു. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണം. നമ്മളിവിടെ നിരവധി ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. തന്തൂരി റൊട്ടി, റുമാലി റൊട്ടി. വാട്ട് ഈസ് മീൻ ബൈ റുമാലി റൊട്ടി? ഹാൻകർച്ചീഫ് റൊട്ടി. ഇത് ഹാൻകർച്ചീഫ് റൊട്ടിയാണ് കേട്ടോ. ഹാൻകർച്ചീഫ്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് ജട്ടി, യുനോ. ലുക്ക് ലൈക്ക് അണ്ടർവെയർ, യുനോ. പിന്നെ അവിടെ മറ്റേ വാട്ട് ഈസ് ഐ ഫോർഗോട്ട്, ബട്ടർ നാൻ. ഇത് ബട്ടർ പനീറൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. ഒന്ന് 2, 3, 4, 5, 10. വാവ്. കരോള കണ്ടില്ലേ, മലയാളമൊക്കെ പഠിച്ച് എന്നെ വന്നപ്പോ നമസ്കാരം എന്ന് പറഞ്ഞ് ഇംപ്രസ് ചെയ്തു. നമസ്കാരം. വിച്ച് ഈസ് മൈ സിറ്റി നെയിം? തിരുവനന്തപുരം. കണ്ടില്ലേ, തിരുവനന്തപുരം. Do you know how to say Tiruvanaന്തപുരം fluently? Say it. She cannot. She don't even know. She doesn't even know. Welcome to Kerala. I'll talk with our chief minister. He will give you citizenship. Kerala citizenship, okay? നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി ബാന്ദ്ര ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വറ്റി വരണ്ട അല്ലേ? അതെന്തര്? അയ്യേ, തിരുവനന്തപുരം കാര്യമാണ് കേട്ടോ. തിരുവനന്തപുരം കാര്യന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ കാണുന്ന അവിടെ നമ്മുടെ അടിപൊളി സൺസെറ്റ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല ഏരിയ ആണ് കേട്ടോ. ആളുകളൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഫുള്ള് പാറയും കല്ലൊക്കെയാണ്. ഇവിടെ കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്ന കുറച്ച് ഇടവും ഏരിയകളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഭാഗത്തായിട്ട് കാണുന്നത്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുറേ പയ്യന്മാർ സ്കേറ്റ് ചെയ്തതാണ്ട് ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് താണ്ട് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് ഗുരുവായൂർ ക്ഷേത്രം പോലെയാണ് ആദ്യം തോന്നിയത്. ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് ബാന്ദ്ര ഈ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ വരുന്നത്. ഹൗ ഡു യു ഫീലിംഗ് കേരള? Amazing India. Welcome to Incredible. Yeah. ഞാനും കേരളയും. Can I jump there and come back? Can I jump there and come back? If you don't come back, then you are not responsible. Next time. നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ദാണ്ട് സൈഡിൽ ഇരുന്നിട്ട് പോവാണ്. നമ്മളിപ്പോൾ ഹാജി അലി ദർഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഉമ്മാക്ക് വല്ലതും വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ടില്ല, ഇവിടുത്തെ സബ്വേ എത്തിയപ്പോൾ തന്നെ ഷാളുകളും എന്താ പറയുക മതപരമായിട്ട്, അയ്യോ ഇതൊന്നും മതമല്ല, ഇത് ബാഗും ചെരുപ്പുകളൊക്കെയാണ്. നമ്മൾ സബ്വേ കൂടെ പോകാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു റോഡ് ക്രോസ് ചെയ്യണ്ട, നീ സബ്വേ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ ഹാജി അലി ദർഗയുടെ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ആളുകളുടെ ചാമ്പ്രാണിയാണോ ഇതൊക്കെ വേണോ എന്നൊക്കെ വിളിച്ച് പറയുകയാണ്.
നല്ല തിക്കും തിരക്കുമാണ് കേട്ടോ. ചായേ അതാണ്ട് ഇവിടെ ധാരാളം പേരുണ്ട്. മുസ്ലിംസ് മാത്രമല്ല മറ്റു മതത്തിലുള്ള പല ആളുകളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കുറെ പച്ചയും മഞ്ഞയുള്ള കുപ്പായങ്ങളും നമ്മള് എന്താ പറയാ കബറിന് മുകളിലൊക്കെ വിരിക്കുന്ന കുറെ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല തിക്കും തിരക്കുമാണ് കേട്ടോ. എന്റെ അമ്മോ അതാണ്ട് ഇവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇവിടെ കുറെ പേര് തൊപ്പിയൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തോ മൗലീദ് പാടോ അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല വലിയ ബ്രിഡ്ജുകളൊക്കെ പണിയാണ് കേട്ടോ. മുംബൈയുടെ ലെവലെന്ന് പറയുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ. ഇവിടുത്തെ വലിയ പാലങ്ങളും നമ്മുടെ സ്കൈ സ്ക്രാപ്പേഴ്സൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് ദൂരമായിട്ടാണ് നമ്മുടെ ഹാജി അലി ദർഗ കാണാൻ സാധിക്കുന്നത്. കരോളയുടെ കൂടെ ഇവിടെ ആളുകളെല്ലാം വീഡിയോയും ഫോട്ടോയും എടുക്കുകയാണ് കേട്ടോ. एक फोटो 10 रुपया, एक फोटो 10 रुपया. आ जाओ ऐसा घुमा ले भैया पूरा. Like a video. Can you take a picture of them nicely? കാരണം ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ. ഇവിടെ കരോളയെ വന്ന് പൊതിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പാവം കരോള കണ്ടില്ലേ. യു എൻജോയിങ് കരോള? യാ ആസ് മണി ഓക്കെ ലാസ്റ്റ് കണ്ടോ. ഇവിടെ എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കണ്ടില്ലേ. നമ്മളിവിടെ തലയൊക്കെ മറയ്ക്കണം കേട്ടോ. താലിബാൻ അതാണ്ടേ നമ്മൾ ഈ കാണുന്നതാണ് ഹാജി അലി ദർഗ. ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ധാരാളം ആളുകൾ പുറത്തുണ്ട്. മറ്റു മതക്കാരെ എല്ലാവരെയും നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ. ആഹാ അകത്ത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം വേറെന്തോ പുതുമ പോലെ തോന്നുവാണ്, എനിക്കറിയില്ല. നിങ്ങളുണ്ടോ ഇവിടെ? എന്റെ അയ്യോ കേട്ട് മലയാളം മനസ്സിലാക്കിയ ഒരു മലയാളിയാണ് കേട്ടോ. ഹായ് നമസ്കാരം. എവിടെയാ സ്ഥലം? മലപ്പുറം വാണിയമ്പലം. നൈസ് ടു മീറ്റ് യു. കണ്ടല്ലോ വളരെ സന്തോഷം. കരോള ദ സെലിബ്രിറ്റി. കരോള ഉടൻ തന്നെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു കേട്ടോ. ഇവിടെ ആളുകളെല്ലാരും വന്നിട്ട് കണ്ടില്ലേ. അങ്ങ് ദൂരെയായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ദർഗ എന്ന് പറയുന്നത്. ഇവിടെ വേണ്ട അവര് ഡൊണേഷൻ ബോക്സും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കണം. ആളുകളുടെ മുന്നിൽ കൊടുക്കുന്നുണ്ടോ. അവര് ആശീർവാദിക്കുകയാണ്. കരോള ഇവിടെ ഉണ്ടമ്പിഴിയോ പോലെ ഇവിടെ ഇരിക്കുവാണ്. വാവ് കരോള is becoming rich. Popular. Corona naman ka? No corona. Korola corona nahi. Korola. Kerala. Kerala corona. ഞാനിവിടെ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മുസല്ലയും നമ്മളിവിടെ എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രീമും സ്ട്രോബെറി ഒക്കെ വെച്ചുള്ള എന്തോ ഒരു സാധനം. അതാണ്ട് നമ്മുടെ മുംബൈ നഗരത്തിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. വേണ്ട ഓക്കെ. ഇവിടെ കണ്ടില്ലേ കുറെ ഇറാഖി ചേട്ടന്മാരാണ് കേട്ടോ. ഹായ് സലാം അലൈക്കും ഹബീബി. കൈഫ ഹാലക്? شون اسمه طاهر. اسمه سجاد. اسمك برو منتظر. انت حب فيه هذا انت حب فيه. പുള്ളിക്കാരിയെ പ്രണയമാണ് കേട്ടോ പുള്ളിക്കാരന്. അതാണ്ട് ഇവര് ഹാൻഡ് ബോൾ കളിക്കാൻ വേണ്ടി ഇന്ത്യയിലോട്ട് വന്നതാണ്. നമ്മളിവിടെ കണ്ട് സംസാരിച്ചതാണ് കേട്ടോ. ഇറാഖ് കുവൈസ്. താങ്ക് യു. അതാണ്ട് ഇവര് ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പാവം കരോള ഇവിടെ നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. നമ്മള് ദാണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവാണ്. ബാഗ് ഇവിടെ ഉണ്ട്. നമ്മളിനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പോവാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പോവാണ്. നമ്മള് മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ചതാണ്ട് ഇവിടെ മുംബൈ നമ്മുടെ ഇതിന്റെ താജ് ഹോട്ടലിന്റെ പുറകിലുള്ള സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ കേട്ടോ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇതെന്താ ബഡാമിയ. ഇവിടെ കണ്ടില്ലേ മുഴുവൻ കബാബും അങ്ങനത്തെ ഉള്ള സാധനങ്ങളുടെ ഭക്ഷണശാലകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതാണ്ട് ഇവിടെ കുറെ ആളുകൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് വേറെ ചെറിയ എന്താ പറയാ ഭക്ഷണശാലകൾ കാണാൻ സാധിക്കും. അവിടെയും എന്താ കുറെ ആളുകൾ അവിടെയും ഉണ്ട്. നമ്മുടെ ഇവിടെ വീണ്ടും കുറച്ച് എന്താ പറയാ കമ്മലൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് ഇവിടെ കുറെ കമ്മലും വളകളും സംഭവങ്ങളൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വില കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ കരോള, ഹൗസ് ദ ഫുഡ്?
സൂപ്പർ സ്പൈസി. ഓ, നമ്മളെല്ലായിടത്തും സെലിബ്രിറ്റീസ് ആവുകയാണ്. ധന്യവാദ്. ഗുജറാത്തി സൂച്ചേ केम छो मजामा छे? अयो दोनों हाथ में सामान है. बहुत ധന്യവാദ്. ഒരു ഗുജറാത്തിൽ നിന്ന് വന്നവരാണ് കേട്ടോ. കണ്ടപ്പോഴേ എനിക്ക് ഗുജറാത്തി പറയുന്ന കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെലിബ്രിറ്റി ആയിട്ടുണ്ട്. നമ്മുടെ താജ് ഹോട്ടലാണ് കേട്ടോ നമ്മുടെ ഈ മുമ്പിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് വലിപ്പമല്ലേ, നല്ല കളറൊക്കെ ഇട്ട് മനോഹരമായിട്ട് ഇരിക്കുകയാണ്. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഹോട്ടലിന് തന്നെയാണ് സത്യത്തിലുള്ള ഒരു പ്രൗഢി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഇവിടെ ഒരു കലാകാരൻ ഇവിടെ വഴിയിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. അതോ പുള്ളിക്കാരൻ പാട്ടിന്റെ ട്യൂണ് തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ. ഫൈനലി അങ്ങനെ നമ്മള് ഓട്ടോ അല്ലല്ലോ, കാറിനുള്ളിൽ കയറിയിരിക്കുവാണ്. ഞാനും കാറല്ല ടാക്സി. ഓക്കെ, ഞാനും ദീപ്തി ഇവിടെ കിടന്ന് അടിപൊളിയാണ്. ദീപ്തി ദുബായിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ദുബായിൽ വർക്ക് ചെയ്തപ്പോ എല്ലാം പറഞ്ഞോട് ദുബായിൽ വർക്ക് ചെയ്തപ്പോ മുംബൈയിലെ റൂട്ടും എല്ലാം മറന്നുപോയി കേട്ടോ. എന്ത് പെണ്ണാന്തോ, ഒന്നും ഓർമ്മയില്ല. ഇവിടെ തന്റെ കരോള പാവം, കരോള വിഷമിച്ച് കിടക്കുവാണ് കേട്ടോ. ഓ ഒള്ളി നമസ്കാരം. ഇവിടെ നമ്മളെ ചേട്ടനുണ്ട്. ചേട്ടൻ നമ്മളെ അന്തം വിഴുങ്ങി അണ്ണാനെ പോലെ നോക്കണം. ഹായ് ചേട്ടാ. ഭയ്യാ ഹായ്, നമസ്തേ. ഇതാ നമ്മള് മറൈൻ ഡ്രൈവിലോട്ട് വന്നിരിക്കുവാണ് കേട്ടോ. മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ കണ്ടില്ലേ? അതിമനോഹരമല്ല, കൂടുതലായിട്ടുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, കുറെ ആളുകൾ ഇവിടെ വഴിയോരങ്ങളിലുണ്ട്. കണ്ടേ, ഫുള്ള് തിക്കും തിരക്കുമാണ്. നമ്മൾ അങ്ങനെ ഏതാണ്ട് ടാക്സിയിൽ വന്നിട്ട് ഏതാണ്ട് അമ്മോ അടിപൊളി കേട്ടോ. കുറെ ആളുകളുണ്ട് കേട്ടോ, അടിപൊളി. നമുക്ക് അങ്ങ് ദൂരെയായിട്ട് മുംബൈയിലെ സ്കൈ സ്ക്രാപ്പേഴ്സ് മുഴുവൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഇരുട്ടത്ത് കാണാം. ഫൈനലി നമ്മൾ ഇനി എയർപോർട്ടിലോട്ട് പോവാണ്. ഇനി നമ്മള് നമ്മളിനി അയ്യോ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. നമ്മളിനി അടുത്ത വ്യക്തിയെ പോയി വിളിക്കാൻ വേണ്ടി പോവാണ്. ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെട്ടും. അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിനെയാണ് ഇനി ഞാൻ എയർപോർട്ടിൽ പോയിട്ട് പിക്കാൻ വേണ്ടി പോകുന്നത്. കരോള മാത്രമല്ല, ഇത് ക്രിസ്മസിന്റെ ഇതായിട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മനോഹരമായിട്ട് ഇവിടെ ലൈറ്റും ബൾബൊക്കെ തൂക്കിയിട്ടുണ്ട്. നമസ്കാരം. യുനോ ഓൺലി നമസ്കാരം. യുനോ നത്തിങ്, ഓൺലി നമസ്കാരം. Like this what? I want this part. You want what? How you do it? Oh, finally നമ്മുടെ ചർച്ച് ഗേറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ട്രെയിൻ കയറി എയർപോർട്ടിലോട്ട് പോവാണ്. Sorry, do it again. Sorry. Let me make for you. പട്ടി എവിടെ പോയാലും നമ്മള് ഫൈനലി എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. നല്ല ടയേർഡാണ് കേട്ടോ. അയ്യോ നമസ്കാരം. അവൾക്ക് നമസ്കാരം പറയാൻ മാത്രമേ അറിയാവൂ. നമ്മളിവിടെ ട്രോളിയൊക്കെ ഉരുട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ടാർസൻ, let me sit here. Okay. Hey. Yes, come on. കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് പോവാൻ എന്ത് സുഖല്ലേ. കരോള, I'm coming. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡ് കേട്ടോ. ഇനി അടുത്ത അവതാരത്തിന് ഞാൻ വിളിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത അവതാരം 1 മണിക്കൂർ കഴിയുമ്പോൾ വരും കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ. അതാണ്ട് എത്യോപ്യൻ എയർലൈൻ ET640 എയർലി ആണ് കേട്ടോ. നേരെ ദൂരത്ത് പെട്ടെന്നാണ് കേട്ടോ വരുന്നത്. ഇവിടെ കുറേ പേര് ഇതാണ്ട് ഇവിടെ പല ആളുകളെയും വിളിക്കാൻ വേണ്ടി നല്ല തിരക്ക് കേട്ടോ. ഇപ്പൊ കുറേ ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പൂവും ബൊക്കെയൊക്കെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വിളിക്കാൻ വേണ്ടി വന്ന സാധനം എന്താണ്ട് ഈ കാണുന്ന ചൈനക്കാരിയാണ് കേട്ടോ. നമ്മുടെ നബീബിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എക്കയാണ് ഞാൻ വിളിക്കാൻ വരുന്നത്. എക്ക എൻ്റെ കൂടെ കുറേ ദിവസം യാത്ര ചെയ്യാൻ വേണ്ടി വന്നു. എക്ക വീണ്ടും ആഫ്രിക്കയിലായിരുന്നു. ഒരു 3 മാസം വീണ്ടും ട്രാവൽ ചെയ്യാനുള്ള പ്ലാന്. ജസ്റ്റ് എൻ്റെ കൂടെ കൂടിയോണ്ട് അവളുടെ ഓൾറെഡി ഫുള്ള് പ്ലാൻ മാറി. ആഫ്രിക്കയിൽ നിന്ന് നേരെ ഏഷ്യയിലോട്ട് വരുവാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മളെ സുഹൃത്ത് ബന്ധം അതിന് മറ്റൊരു കാരണം തന്നെയാണ്. അപ്പോൾ എക്കയ്ക്ക് വേണ്ടി ഞാനിവിടെ ദാണ്ട് ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഞാൻ എന്തെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെയും ബെക്കയുടെയും നബീബിയുടെ വീഡിയോസ് നിങ്ങൾ കണ്ടോന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കുവാണ് കേട്ടോ. എക്കയെ ഞാനിവിടെ എന്താ പറയുക സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര സന്തോഷമുണ്ട്. എക്കയും ഞാനും അടുത്തത് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഭയങ്കര നമ്മൾ നല്ല ഒരു ക്ലോസ് ആയിരുന്നു. ഞാൻ കമൻറ്റുകൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങളും പറഞ്ഞ് അത് കണ്ടായിരുന്നു. അപ്പോൾ എക്കയെ നമുക്ക് കേരളത്തിൽ കൊണ്ടുപോകാം, നമുക്ക് എല്ലാവരും കേരളം കാണിക്കാം. എക്ക വരാൻ ഇനിയും സമയമുണ്ട്. നമ്മൾ താണ്ട ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ 2 എണ്ണം ഓൾറെഡി കിടപ്പായിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 പേര് താണ്ട ഇവിടെ തറയിൽ കിടന്നുറങ്ങുവാണ്. എവിടെയാ? ഇവിടെ കരോളക്കൊക്കെ ചുമയൊക്കെ പിടിച്ചു കേട്ടോ. ഓക്കെ പാവം കേട്ടോ ചുമ. Where's Carol? She's sleeping over there. Take this is for you. How's your day? How's your day? No. Oh, let's go. You go this way. What is this? ചൈനയെ ചൈനയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചൈനയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമ്മുടെ ചൈനയെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ തായ്വാനിയെ കിട്ടിയിട്ടുണ്ട്. How was your journey? Good. So what's up until I met this one, Okay. and everything's not good. So fast by the way. What? After a few days, we met again. 7 days and Yeah. week. So ഭയങ്കര ഹാപ്പിയാണ്. Are you happy? No. You are not happy? അവൾക്ക് ഹാപ്പി അല്ലാതെ കേട്ടോ. Don't play with me, okay? കാട്ടുമാക്കാത്തി 2 കാട്ടുമാക്കാത്തിയോ ചേട്ടാ. Finally, welcome to India. Hey, see who is this? Chinese family reunited. do that. Yeah. From this one. What? This is not for you. This is for me. All for me. From Ethiopia, all the way from Ethiopia. Now, where is my gift? No, you don't have ഇത് ഞാൻ താർസിന് ദീപ്തിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. Where is my gift? so much. Wow. I know you will buy for me. Not good. കൊള്ളില്ല. Not good. Very bad. Eka, welcome to India. Hey, don't go. Wait. എന്നെ കൊല്ലാൻ വേണ്ടിയാണ് കേട്ടോ നബീനി എന്ന് കെട്ടുറങ്ങി വന്ന. ബൈ. Get lost. Bye. Enjoy. Be careful. Bye. Okay. ഇനി 2 പെണ്ണുങ്ങളോടെയാണല്ലോ. എങ്ങനെയാ? എല്ലാരും നല്ല ടയേർഡാണ്. വയ്യ കേട്ടോ, ഒട്ടും വയ്യ. നമ്മളൊരു കിടക്കാനുള്ള ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഒരു മലയാളി പുള്ളി പറഞ്ഞു അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞില്ല. ഇവരുടെ അടുത്ത് പറഞ്ഞിരിക്കുക റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കിടന്നിട്ട് ഒരു 5 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ തറയിൽ കൊതുകടി കൊണ്ട് കിടക്കാം. എന്നിട്ട് നമുക്ക് നേരെ കേരളത്തിലോട്ട് ട്രെയിൻ എടുക്കാമെന്ന്. നമ്മൾ ദാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ALFA ആൽഫ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ദാണ്ട് നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇപ്പൊ വീഴാൻ പോയി. സമയം വന്നിട്ട് എത്രയായി? സമയം വന്നിട്ട് 5 മണിയായിട്ടോ. 6-6:30 ഇവിടെ നിന്ന് ഇറങ്ങണം. 1.5 മണിക്കൂറേ ഉള്ളൂ. അതാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള റൂമാണ് കേട്ടോ. മുംബൈയിൽ വരുന്നവർക്ക്, അന്തേരി സ്റ്റേഷനടുത്ത് വരുന്നവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. വിലയൊന്നും എനിക്കറിയില്ല. അവരെന്നെ സ്നേഹപൂർവ്വം വിളിച്ചത് മാത്രമാണ്. പിന്നെ ഞാൻ അത്രയ്ക്ക് ടയർഡായതുകൊണ്ട് 1.5 മണിക്കൂർ കിടക്കാൻ വേണ്ടി വന്നതാണ്. പിന്നീട് ഒരു റൂം മതി എന്ന് പറഞ്ഞു നമുക്ക് 3 പേർക്ക്. അവർ പറഞ്ഞില്ല, അവരുടെ റൂൾ പ്രകാരം 2 റൂം വേണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ 2 റൂമിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി കിടക്കാൻ വേണ്ടി പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് സംസാരിക്കാൻ സത്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല ടയേർഡാണ്. ഞാൻ അവരുടെ അടുത്തും കൂടെ പോയിട്ട് ഒരു ബൈ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് കാണിച്ചു തരാം. അവർ തൊട്ട് മുകളിലായിരുന്നു കേട്ടോ.
അയ്യോ ഹെക്കാ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വാട്ട് പാസ്വേഡ് സേ ഗുഡ് നൈറ്റ് ഫാസ്റ്റ് ഫൈനലി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു Morning, no, it's morning. Good morning. I'm tired. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അവരുടെ റൂം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.